ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, സബ് ടോപ്പിക് ബി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് താഴേക്ക് എടുക്കുന്നുണ്ട്. സിമിലർ ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ഈ താഴെ കാണുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 പോയിന്റ് ഉണ്ട്. 5 പോയിന്റ് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നമ്പർ 1, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഉള്ളത്, നോക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇത് ഡെബിറ്റ് സൈഡാണ്, അവിടെ വിട്ടുപോയിട്ടുണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡാണ്. ഓക്കെ, ഫില്ല് ചെയ്ത് എഴുതുക. നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ കാണിച്ച എല്ലാ ഐറ്റവും ഏതാണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. മനസ്സിലാക്കണം, അടുത്ത പോയിന്റ് ആണ്. സാധാരണയായിട്ട് പറഞ്ഞതോളൂ. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിയല്ലേ? ഇവിടെ പറയുന്നതൊക്കെ ഇൻകം ആണല്ലോ. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അസറ്റും ലയബിലിറ്റിയും കൊണ്ട് എഴുതില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നോമിനൽ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് നോമിനൽ അക്കൗണ്ട്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ആ പോയിന്റ് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. ശരിയാണോ? അല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ശരിയാണോ? അല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അത് ശരിയാണ്, അതിനെ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, ചിലപ്പോൾ ചോദിക്കാം ഒരു മാർക്കിനൊക്കെ. കൺസിഡർ ഓൺലി റവന്യൂ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്. റവന്യൂ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം ചർച്ച ചെയ്ത ഒരു പോയിന്റാണ്. ഇൻകം അതിനെ പറയുന്ന ഒരു പേരാണെന്ത്? റവന്യൂ റിസീപ്റ്റ്. ഓക്കെ, അതുപോലെ റവന്യൂ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ത്? എക്സ്പെൻസ്. പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സിമിലർ ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് പറഞ്ഞു വെറുപ്പിച്ച ഒരു പോയിന്റ് ആണ് സിമിലർ ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ, അടുത്ത അക്രൂവൽ ബേസിസ് ഫോളോവേഡ്. അക്രൂവൽ ബേസിസ് ഫോളോവേഡ്. റെക്കോർഡ് ഓൺലി ദോസ് ഇൻകം വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട് ആൻഡ് എക്സ്പെൻസ് വെദർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ നോട്ട് റിലേറ്റഡ് വിത്ത് ദ കറണ്ട് ഇയർ. ഈ വർഷത്തെ എക്സ്പെൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ +1 പി ആൻഡ് എൽ അക്കൗണ്ടിൽ നമ്മൾ സാലറിയുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യാറില്ലേ? ഓക്കെ, സാലറി മാത്രം, സോറി, ക്യാഷ് ബേസിസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഏത് മാത്രമേ എടുക്കുള്ളൂ? സാലറി മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ അവിടെയും ഏത് ബേസാണ്? അക്രൂവൽ ബേസ് ആണ്. അഥവാ ക്യാഷ് പേയ്മെന്റ് നടത്തി എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. സാലറി ആ ഒരു വർഷത്തെ വെദർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ നോട്ട്, ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അക്രൂവൽ എന്നുള്ള ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾ നോക്കാം. നോക്കൂ, സാലറി കണ്ടില്ലേ ഇവിടെ? സാലറി കൂടെ എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി 10,000 ആഡ് ചെയ്തിട്ടാണ് എത്ര എഴുതിയുള്ളത്? 13,500. അപ്പൊ ഇവിടെ 2 സാലറി എന്ന് എഴുതിയ 3,500 ക്യാഷ് പേയ്മെന്റ് നടത്തിയതാണ് ശരിക്കും. ഇനി 10,000 രൂപ എന്തുണ്ട്? ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് സാമ്പത്തിക പ്രയാസമായതുകൊണ്ട് ക്യാഷ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, എന്ന് കരുതി അത് അക്കൗണ്ട്സിൽ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇൻഷുറൻസ് 2,000 ആണ്. ആ ഇൻഷുറൻസിൽ 500 രൂപ അടുത്ത വർഷത്തേക്കുള്ളതുണ്ട്. ഈ വർഷത്തെ ഇൻഷുറൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ 500 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എന്നിട്ട് 1,500 കാണിക്കുന്നത്. ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ വരിസംഖ്യ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് 3,000 രൂപ ആഡ് ചെയ്തിട്ട് 6,500 എഴുതി. ഓക്കെ, നമുക്ക് ശരിക്കും കിട്ടിയിട്ടുള്ളത് എത്രയേ ഉള്ളൂ? 3,500 ഉള്ളൂ. പക്ഷെ വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട്, ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റെന്റ് റിസീവ്ഡ് 6,000 ആണ്. അക്രൂഡ് റെന്റ് ഉണ്ട്, അതുപോലെ ആഡ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇതിന്റെ ബാലൻസ് ഒന്നുകിൽ എന്താവാം? പ്രോഫിറ്റ് ആവാം. ദാറ്റ് മീൻസ് പ്രോഫിറ്റിന് ഇയർ എന്താ പറയാ? സർപ്ലസ്. അല്ലെങ്കിൽ എന്താവാം? ലോസ് ആവാം. ലോസിന് ഇയർ എന്താ പറയാ? ഡെഫിസിറ്റ്. ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 800 റുപ്പീസ് എന്താണ്? ഡെഫിസിറ്റ് ആണ്. ഓക്കെ, എന്താണെങ്കിലും സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും ഇതെവിടേക്കാണ് കൊണ്ടുപോവുക? അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ. സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. PP6 നോക്കാം. PP6 2014 1 മാർക്കിന് ചോദിച്ചൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിവീൽസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ കാണിക്കുമോ? ഇല്ല, ഓൺലി ദ സർപ്ലസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഓൺലി ദ ഡെഫിസിറ്റ്, ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ സർപ്ലസ് തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്, ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഡി ആണ്, സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. PP7 2013 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എക്സസ് ഓഫ് റവന്യൂ. എക്സസ് ഓഫ് റവന്യൂ, റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം. ഓവർ എക്സ്പെൻസ് അഥവാ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? നിങ്ങളുടെ കയ്യിൽ എക്സ്പെൻസ് ആണ് എന്ത് ചെയ്ത് കുറവ്, ഇൻകം ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രോഫിറ്റ് ആണ്. ഒരു കോമൺ സെൻസ് അത്ര. 2012 2 മാർക്സിന്റെ ട്രൂ ഓർ ഫോൾസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡസ് നോട്ട് ബീൻസ് വിത്ത് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാറില്ല? ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ക്യാഷ് ബാലൻസ് വെച്ച് ചെയ്യാറുണ്ടോ? ഇല്ല. അത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഡസ് നോട്ട് ഡീൽസ് വിത്ത് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താണ്? ഫോൾസ് ആണ്. കാരണം റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബിഗിൻസ് വിത്ത് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അങ്ങനെ ഇല്ല. ഓക്കെ, അടുത്ത PP9 പറയുന്നത്, വെൻ ദ ഡെബിറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് മോർ ദാൻ ദ ക്രെഡിറ്റ് ഇറ്റ് ലീവ്സ്. ഒന്നുകൂടെ വായിക്കാം. വെൻ ദ ഡെബിറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അഥവാ ഡെബിറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാ പറയാ? ഡെഫിസിറ്റ് എന്നാണ് പറയാം. ഓക്കെ, ഡെബിറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഡെബിറ്റിൽ ഏതാണ് എഴുതുന്നത്? എക്സ്പെൻസ് ആണ്. അതിന്റെ മീനിങ് എന്താ? ക്രെഡിറ്റ് കുറവാണ്, ഡെബിറ്റ് കൂടുതലാണ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ആണ് എന്ത്? കൂടുതൽ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, ഇൻകം എന്താണ്? കുറവാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഏതാ വരിക? ഡെഫിസിറ്റ് ആണ് വരിക. നമ്മൾ മുകളിൽ പറഞ്ഞ ഈ ഒരു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, ദെൻ PP10 statement prepared for the calculation of revenue of non-profit organization is known as. Non-profit organization ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാൽക്കുലേഷൻ ഓഫ് റവന്യൂ ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏതാ പറയുന്നത്? ബി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതിൽ എനിക്കൊരു ചെറിയൊരു വിയോജിപ്പുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള വാക്ക് മാറ്റി എന്താക്കണമായിരുന്നു? അക്കൗണ്ട് പ്രിപ്പയർഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് റവന്യൂ ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാക്കണം. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എൻ അക്കൗണ്ട്. ബട്ട് balance sheet is a statement. Okay, PP11 October 2013 1 mark in nature question, dash of a non-trading concern is similar to the cash account of trading concern. ഒന്നുകൂടെ, dash of non-trading concern. Non-trading here means non-profit organization. Non-profit organization ക്യാഷിന് തുല്യമായിട്ടുള്ള സാധനത്തിന്റെ പേരെന്താ? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ല ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. മാർച്ച് 2013 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ഏതാ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, എക്സ്പെൻഡിച്ചറും നിങ്ങൾക്ക് അറിയില്ലേ. ഇതിൽ നിന്നും എക്സ്പെൻഡിച്ചറും ഇൻകവും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, ഒരു റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റിസിപ്റ്റ് സൈഡിൽ ഒന്നൊക്കെ ഇൻകം ആവും, അല്ലെങ്കിൽ ഏതാവും? ലയബിലിറ്റി ആവും. ഇൻകം അല്ലെങ്കിൽ റവന്യൂ റിസിപ്റ്റ്, ലയബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസിപ്റ്റ്. അതേപോലെ തന്നെ പേയ്മെന്റ് സൈഡിൽ ഒന്നുകിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആവും, അല്ലെങ്കിൽ അസറ്റ് ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിലെ ഇൻകംസും എക്സ്പെൻസും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് കരുതുക. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ ഡ്രോ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമുക്കറിയാം ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ക്രെഡിറ്റിലെ ഇൻകവുമായിട്ടാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യലാണ്. ക്വസ്റ്റ്യനിലെ നെസസറി ഐറ്റം എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിലും, ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് എഴുതും. അപ്പോൾ നിങ്ങൾക്കറിയാം
നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നു, ഈ റിസീപ്റ്റിലെ ഇൻകംസ് നിങ്ങൾ കൊണ്ടുപോയിട്ട് എവിടെ എഴുതും? ഇൻകം സൈഡിലും. ഈ പേയ്മെന്റിലെ, ഇവിടെ പേയ്മെന്റിലെ എക്സ്പെൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് കൊണ്ടുപോയിട്ട് എവിടെ എഴുതും? എക്സ്പെൻഡിച്ചറിലും കൊണ്ടുപോയിട്ട് എഴുതും. അപ്പോൾ ഒരു ഐറ്റം നോക്കാം. സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാ? 56,700. അതെന്താ? ഇൻകമാണ്. അപ്പോൾ ബൈ സബ്സ്ക്രിപ്ഷൻ 56,700. ഇൻട്രസ്റ്റ് എന്താണ്? ഇൻകമാണ്. ഓക്കെ. ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ്. ജനറൽ പർപ്പസിനാണ് ഡൊണേഷൻ നൽകിയത് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻകമാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇതൊരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് കരുതാം. അവിടേക്ക് ഒരാൾ ഒരു 3000 രൂപ തന്നു. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞുള്ളത് ഇത് ഇന്ന പർപ്പസിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അത് നമുക്കറിയാം, നമുക്ക് നമ്മുടെ ചാരിറ്റി പർപ്പസിന് തന്നെ ഉപയോഗിക്കാവൂ. പക്ഷെ പർട്ടിക്കുലർ പർപ്പസ് പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ തന്ന ഒരു എമൗണ്ട് ആണ് 6000. അത് നമ്മുടെ ഇൻകമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. എന്നാൽ അടുത്ത ഐറ്റം നോക്കൂ നിങ്ങൾ. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 55,000. നാട്ടിലെ ധനികനായ ഒരാൾ എന്ത് ചെയ്തു? 55,000 രൂപ എന്ന് പറഞ്ഞു നിങ്ങളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. ഒരു ചെറിയ ബിൽഡിംഗ് കേട്ടോ. 55,000 രൂപയുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു ബിൽഡിംഗ്. ആ ബിൽഡിംഗ് എന്ത് ചെയ്യണം? നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഈ ചാരിറ്റിക്ക് എന്തുണ്ട്? റോഡ് സൈഡിലായിട്ട് ഒരു പ്ലോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിന് പറ്റുന്ന തരത്തിലുള്ള ഒരു 2-3 ഷട്ടർ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി 55,000 തന്നു. അത് നമ്മുടെ ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ലയബിലിറ്റി എങ്ങനെയാവുക സാർ? ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരാളെ എമൗണ്ട് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് അത് ഉപയോഗിക്കാവൂ. അപ്പൊ നിങ്ങൾ ആ പർപ്പസിന് ഉപയോഗിക്കാതിരിക്കുന്നിടത്തോളം അത് നിങ്ങളുടെ എന്താണ്? ലയബിലിറ്റിയാണ്. അടുത്ത ഐറ്റം പറയുന്നത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പറാണ്. നോ ഡൗട്ട് ഒരു ഇൻകമാണ്. റെന്റ് എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ആണ്. സാലറി എന്നുള്ളത് എക്സ്പെൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസർ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. എന്താണ്? അതൊരു അസറ്റ് ആണ്. അതിവിടെ എഴുതണ്ട. ന്യൂസ് പേപ്പർ എന്നുള്ളത് എന്താണ്? എക്സ്പെൻസ് ആണ്, എഴുതണം. ന്യൂസ് പേപ്പർ കഴിഞ്ഞ അടുത്ത ഐറ്റം സ്പോർട്സ് ഇക്വിപ്മെന്റ്. സ്പോർട്സ് ഇക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അസറ്റ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിർബന്ധമായിട്ടും ഇവിടെ എഴുതിയിരിക്കണം. ഓക്കെ, ക്ലിയർ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ ഈ അസറ്റ് സ്പോർട്സ് ഇക്വിപ്മെന്റ് മേടിച്ച ഡേറ്റ് എന്നാണ് 1/1/2012. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് എന്നാ 31st March 2012. അങ്ങനെ പറഞ്ഞാൽ ജാനുവരി 1-ാം തീയതി കാലത്ത് പോയിട്ട് 32,500-ന് നമ്മളൊരു ഇക്വിപ്മെന്റ് മേടിച്ചു. എന്നിട്ട് ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, പിന്നെ മാർച്ച്, അഥവാ 1/1/2011 മുതൽ 31st March 2012 വരെയുള്ള എത്ര മാസമുണ്ട്? 3 മാസത്തെ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ റേറ്റ് 10% പെർ ആനം തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ കാൽക്കുലേഷൻ ചില ആളുകളൊക്കെ തെറ്റുവരുത്താറുണ്ട്. കുട്ടികൾ 32,500 × 10/100 അടിക്കും. അത് തെറ്റാണ്. കാരണം 3 മാസത്തിനേ ഉള്ളൂ. അതുകൊണ്ട് കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. 32,500 × 10/100 × 3/12. 3/12 കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, യെസ്, ആ എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നോക്കാം. നമ്മുടെ കയ്യിലുള്ള നമുക്ക് കിട്ടുന്ന ഇൻകവും നമ്മുടെ എക്സ്പെൻസും തമ്മിൽ എന്താ പറയുക, ഒരു കമ്പാരിസൺ നടത്തിയാൽ ചിലപ്പോൾ നഷ്ടത്തിലാവും ജീവിതം പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ലാഭത്തിലാവും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഇൻകംസും ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള എക്സ്പെൻഡിച്ചറും കാണാം. ഓക്കെ, ഇനി ഇത് ബാലൻസ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്കറിയാം, ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് വളരെ എളുപ്പമായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇൻകം ആണോ, ഞാൻ ചോദിക്കുകയാണ്, ഇൻകം ആണോ എക്സ്പെൻഡിച്ചർ ആണോ കൂടുതൽ? പെട്ടെന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇത് 56,700 ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇനി നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം പെൻസിൽ ഉപയോഗിച്ചിട്ട് ആദ്യം എക്സ്പെൻഡിച്ചർ സൈഡ് എന്ത് ചെയ്യും? ടോട്ടലി ഈ എമൗണ്ടുകളൊക്കെ ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെക്കും. ഓക്കെ, അങ്ങനെ തന്നെ ഇൻകം സൈഡിലേക്ക് പോയിട്ട് ക്രെഡിറ്റിലെ ഈ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്തിട്ട് അത് ഇവിടെ എന്ത് ചെയ്യും? എഴുതി വെക്കും. ക്ലിയർ അല്ലേ? എന്നിട്ട് ഈ 2 എമൗണ്ടിലെയും വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മൾ എവിടെ എഴുതുക? ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ടോട്ടൽ ചെയ്ത ഒരു എമൗണ്ട് കിട്ടി. സപ്പോസ്
ഇവിടെ ടോട്ടൽ ചെയ്ത് ഒരു എമൗണ്ട് കിട്ടി. ഇതിൽ ഏറ്റവും വലിയ എമൗണ്ട് എവിടെ വരിക? ഇവിടെ തന്നെയാണ് വരിക. ആ എമൗണ്ട് ആണെന്ത്? 64,120. ഇവിടെ ഇങ്ങനെ പെൻസിലായിട്ട് എഴുതി വെച്ചു. എന്നിട്ട് ഇതും കൂടെ കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായി ഇതാണ് വലുത്. അത് നേരെ കൊണ്ടുപോയിട്ട് എവിടെ എഴുതി? ടോട്ടൽ കോളത്തിൽ എഴുതി 64,120. ആ സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ എവിടെ എഴുതാം? ഇവിടെയും എഴുതാം. ഓക്കെ, എന്നിട്ട് ഇതാണ് നിങ്ങളുടെ എന്ത്? ഇൻകം. അത് ഉറപ്പല്ലേ? കാരണം ഇൻകം സൈഡ് ടോട്ടൽ ചെയ്ത് കിട്ടിയതാണല്ലോ 64,120. ആ ഇൻകത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഇത്രയും എക്സ്പെൻസുകൾ ലെസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, ഇവിടെ ഇൻകമാണ് കൂടുതൽ. ഓക്കെ, സർപ്ലസ് എന്ന് പറഞ്ഞാൽ അപ്പം എന്താ? ഇൻകമാണ് ഓവർ എക്സ്പെൻഡിച്ചർ, അഥവാ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള ഇൻകത്തെ പറയുന്ന പേരാണ് സർപ്ലസ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നെറ്റ് പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ. അടുത്തത് സബ് ടോപ്പിക് സി ആണ് ബാലൻസ് ഷീറ്റ്. ഇതുമായി ബന്ധപ്പെട്ട ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും നമ്മൾ പറഞ്ഞു, അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും നമ്മൾ ചർച്ച ചെയ്തതാണ്. എപ്പോഴാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക? ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന ഐറ്റം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒരു പെപ്പ് നോക്കാം. 2016 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഏതും പറയുന്നുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യുമെന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ സ്റ്റെപ്പ് അപ്പോൾ ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം. സ്റ്റെപ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. നമ്പർ 1 നമ്മൾ പറഞ്ഞിരുന്നു. നമ്പർ 1 read the question carefully. Number 2 draw a receipt and payment account. Then number 3 draw down the opening balance of cash in hand and the cash at bank. Then number 4 post the necessary item from question to evideka receipt and payment account. Okay, number 5 balance the receipt and payment account. The balance of receipt and payment account may be cash in hand balance or cash at bank balance. That's all. ഇനി അടുത്ത സെയിം ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത എന്താ? ഹെഡിങ് ആയിട്ട് എഴുതാം. സ്റ്റെപ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഏതൊക്കെയാണ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് നമ്പർ 1 ആസ് യൂഷ്വൽ സാധാരണ പറയുന്ന പോലെ റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. സ്റ്റെപ്പ് നമ്പർ 2 പറയുന്നത് ഡ്രോ ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്റ്റെപ്പ് 3 പറയുന്നത് മേക്ക് നെസസറി പോസ്റ്റിംഗ്. ദാറ്റ് മീൻസ് പോസ്റ്റിംഗ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. സ്റ്റെപ്പ് 4 പറയുന്നത്, ഇവിടെ സ്റ്റെപ്പ് 4 ഉള്ളൂ. സ്റ്റെപ്പ് 4 പറയുന്നത് ബാലൻസ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദ ബാലൻസ് ഫിഗർ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മേ ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇത്രയും പോയിന്റുകൾ എഴുതി വെക്കാം. ഈ പോയിന്റ് ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇത് അങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് വേറെ കംഫർട്ടായിട്ട് തോന്നുന്ന നിങ്ങളുടെ അധ്യാപകരൊക്കെ പഠിപ്പിച്ച വേറെ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംഫർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യാം? അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഇതുവരെ നമ്മൾ 8 ടോപ്പിക്കുള്ള ഈ ചാപ്റ്ററിലെ 4 ടോപ്പിക്കാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ടോപ്പിക്ക് 6, 7 അങ്ങനെ 3 ടോപ്പിക്ക് കൂടെ കഴിഞ്ഞാൽ 7 up to 7 7 ടോപ്പിക്ക് വരെ നമ്മുടെ സെക്ഷൻ എയിലാണ് വരുന്നത്, ഫൈനൽ അക്കൗണ്ട് വിത്തൗട്ട് അഡ്ജസ്റ്റ്മെന്റ്. 8ാമത്തെ ടോപ്പിക്ക് വരുന്നത് ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഒന്ന് വിത്തൗട്ട് എന്നാണ്, മറ്റേത് ഏതാ വിത്ത്. അത് നമുക്ക് ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്താം. അവിടെ ഒരു 10 അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പഠിക്കാണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഏരിയ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരാശങ്ക പറയാറുണ്ട് പലപ്പോഴും. എങ്ങനെ നമുക്ക് അക്കൗണ്ടൻസി എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് പഠിച്ചെടുക്കുക എന്നുള്ളത്. സത്യത്തിൽ ഇതൊരു ട്രിക്കുകൾ ഉപയോഗിച്ച് പഠിച്ചെടുത്ത് നിങ്ങളുടെ +2 പഠനമോ അല്ലെങ്കിൽ ഡിഗ്രി പഠനമോ മാർക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒന്നല്ല. വളരെ അനന്ത സാധ്യതകളുള്ള, വളരെ എന്ന് പറഞ്ഞാൽ അനന്ത സാധ്യതകൾ തന്നെ
തുറന്നിടുന്ന ഒരു മേഖലയാണ് നമ്മുടെ കൊമേഴ്സ് മേഖല. പണ്ട് കാലങ്ങളിൽ സയൻസ് സ്ട്രീം കിട്ടാത്ത ഒരവസ്ഥയിൽ കൊമേഴ്സ് എടുക്കാം. സയൻസ് കിട്ടിയില്ല, അപ്പോൾ കൊമേഴ്സ് എടുക്കാം. എന്നാൽ ഇന്ന് കൃത്യമായ CA, CMA, CS അല്ലെങ്കിൽ IIM, അതുമല്ലെങ്കിൽ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അവിടെയൊക്കെ ചില കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം കൊമേഴ്സ് തിരഞ്ഞെടുക്കുന്ന, കൊമേഴ്സ് അന്വേഷിച്ചു വരുന്ന ഒരവസ്ഥ വളരെ വലുതാണ്. സയൻസ് കഴിഞ്ഞ് എത്രയോ കുട്ടികളാണ് നമ്മുടെ കൊമേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത്. കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ അങ്ങനെ അങ്ങോട്ട് പോകാനും കഴിയില്ല, അത് മറ്റൊരു കാര്യം. ഓക്കെ, അതുകൊണ്ടാവും ചിലപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകാത്തത്. എനിവേ, ഞാൻ സയൻസിനെ തരം താഴ്ത്തി പറഞ്ഞതല്ല. കൊമേഴ്സ് എന്തല്ല, അതൊരു തരം താഴ്ന്നതല്ല, ഒരു സെക്കൻഡറി എന്ന, എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. വളരെ ഞാൻ പറയട്ടെ, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും അനന്തമായ ജോലി സാധ്യതകളുള്ളത് എന്താണ്? കൊമേഴ്സ് തന്നെയാണ്. അക്കൗണ്ടന്റ് എന്നുള്ള പോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തിനേറെ പറയണം, ഗൾഫ് നാടുകളിലൊക്കെ പോയി ജോലി അന്വേഷിക്കുമ്പോൾ പല സുഹൃത്തുക്കളും BTech കഴിഞ്ഞ ആളുകൾ, BSc കഴിഞ്ഞ ആളുകൾ, സയൻസിൻ്റെ മറ്റ് സ്ട്രീമുകളിലെടുത്ത ആളുകളൊക്കെ പറയുന്ന കാര്യം, നിങ്ങൾ ഈ അവർ വല്ല ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടോ? എത്രയോ ആളുകളാണ് ഈ പറയുന്ന സയൻസ് ഒക്കെ കഴിഞ്ഞു വന്ന ആളുകൾ ഈ ടാലിയും എക്സലും അതുപോലെ തന്നെ മാനുവൽ അക്കൗണ്ടിങ് ഒക്കെ പഠിപ്പിക്കുന്ന ഡിപ്ലോമ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി അക്കൗണ്ടൻസി പഠിച്ച് പിന്നെ അക്കൗണ്ട്സ് മേഖലയിലേക്ക് തിരിഞ്ഞ ആളുകൾ എത്ര? ഞാൻ പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കൊമേഴ്സിനെ അത്രമേൽ ഇമ്പോർട്ടൻസോടുകൂടെ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പഠനവും കൂടെ ചിട്ടപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് ട്രിക്ക് ഉപയോഗിച്ചുള്ള പഠനങ്ങളൊക്കെ നിങ്ങളുടെ ഭാവിയിലെ ജോലിയിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ആഴത്തിൽ തന്നെ ഡെബിറ്റും ക്രെഡിറ്റുമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഡെബിറ്റും ക്രെഡിറ്റും, സത്യത്തിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ ഡെബിറ്റും ആൻഡ് ക്രെഡിറ്റും ആണ്. ചില ആളുകൾ പറയാറുണ്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും അല്ല. പക്ഷെ ഞാൻ ഒരു തിരുത്ത് പറയുകയാണ്, അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും ആണ്. എ പ്ലേ വിത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഡെബിറ്റും ക്രെഡിറ്റും വെച്ചൊരു കളിയാണ്. അങ്ങനെ പറയാൻ കാരണം എന്തിനേറെ പറയണം, അക്കൗണ്ടൻസിക്ക് CA, CMA സബ്ജക്റ്റുകൾക്ക് എക്സ്ട്രീമായി പഠിക്കുന്ന അക്കൗണ്ട് സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലടക്കം ഡെബിറ്റും ക്രെഡിറ്റും അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഞാൻ പലപ്പോഴും സ്മരിക്കാറുണ്ട് നമ്മുടെ ദ ഗ്രേറ്റ് ഫാദർ ഓഫ് അക്കൗണ്ടിങ്, ലൂക്കാ പാസിയോളി. ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള എല്ലാ അക്കൗണ്ട്സിന്റെ ഫോർമാറ്റുകളും ഡെവലപ്പ് ചെയ്തത് അദ്ദേഹമല്ല. പക്ഷെ അതിനൊക്കെ അടിസ്ഥാനമായ ഡെബിറ്റും ക്രെഡിറ്റും ഡെവലപ്പ് ചെയ്തത് തീർച്ചയായും അത് നമുക്ക് വളരെയധികം ഒരു അനന്ത സാധ്യതകൾ തുറന്നിടാൻ ഒരു കാരണക്കാരനായി എന്നുള്ളതാണ്. ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, നിങ്ങൾക്കറിയാം, ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം. 1494 അദ്ദേഹത്തിൻ്റെ ഡബിൾ എൻട്രി എന്നുള്ള ഇറ്റാലിയൻ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ആ പബ്ലിഷ് ചെയ്യുന്ന ദിവസം നവംബർ 10. അതുകൊണ്ട് തന്നെ നവംബർ 10 ഒരു പ്രത്യേകതയുണ്ട്. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് ഡേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ആചരിക്കുന്നത്. പലരും അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഡേ ആണ് അത്. എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളോടും അധ്യാപകരോടൊക്കെ പറയാനുള്ളത്, നവംബർ 10 ഇനി നമ്മുടെ സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യണം, വലിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആഘോഷ പരിപാടികളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, എന്നെ പഠിപ്പിച്ച എൻ്റെ CMA ഇന്റർനെറ്റ് ക്ലാസ് എടുത്ത പ്രവീൺ സാറ് പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമ്മളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും വല്ല തെറ്റും വരുമ്പോൾ നമുക്കൊരു ബൾബ് ഇങ്ങനെ കത്തുന്നത്, ഒരു റെഡ് എന്നാണ് അദ്ദേഹം പറയാറ്, ഒരു ചുവപ്പ് നിറത്തിലുള്ള ബൾബ് ഇങ്ങനെ കത്തും.
ഒരു സിഗ്നലാണ് തരുന്നത്. ആ സിഗ്നൽ തരുന്നത് എന്താ? നമ്മുടെ പ്രോബ്ലത്തിൽ എവിടെയോ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു റെഡ് ബൾബ് നിങ്ങളുടെ ഉള്ളിൽ കത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മതിയായ ബേസിക് അക്കൗണ്ട്സ് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ തിരിച്ചും മറിച്ചൊക്കെ നോക്കും. നിങ്ങൾ വല്ല ട്രിക്കും പഠിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും കുടുങ്ങും. എവിടെ പോയാലും, പ്രാക്ടിക്കൽ സെൻസിൽ പോയാലും, ഹയർ സ്റ്റഡീസിന് പോയാലും. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് വൈ എന്ന ചോദ്യം അതിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ അത് ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള എന്ത് ചെയ്യും? വളരെ സഹായകമായ ഒന്നായി മാറും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, CA, CMA, CS, ACCA നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CIMA UK ബേസ്ഡ് കോഴ്സാണ്. അതേപോലെ തന്നെ CPA. നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചപ്പോൾ ആദ്യം അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ പറഞ്ഞത് AICP ആണ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അവർ നൽകുന്ന ഒരു കോഴ്സാണ് CPA. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള CA എന്നാണ് CPA പറയാറ്. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് CA ബോഡി ആയിട്ടാണ് CA ഇന്ത്യൻ ICA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറയാറ്. അതേപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CIMA, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, UK ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ബോഡി നമ്മുടെ ഇന്ത്യയുടെയാണ്, ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന കോഴ്സാണ് CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പോൾ ഇത്രയും അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാൽ CMA USA ഉണ്ട്, അതുപോലെ CPA നമ്മൾ പറഞ്ഞു, അതുപോലെ CFA, അങ്ങനെ വളരെ അനന്തമായ ഫോറിൻ കോഴ്സുകളും. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്കറിയാം, നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BCom, MCom, MBA, PhD, MPhil, അങ്ങനെ ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു സ്ട്രീമിലെ സ്റ്റുഡൻ്റായി എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അഭിമാനിക്കാം. അപ്പോൾ കാര്യങ്ങൾ അതിൻ്റെതായ ആഴത്തിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡായി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ കുറേ പറഞ്ഞതാണ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. ഈ ഒരു പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കും. ഓക്കെ, വരച്ചില്ലേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കും. വരച്ചു? ക്ലിയർ? ഇനി നമുക്ക് പോയിന്റിലേക്ക് പോകാം. നേച്ചർ ഓഫ് അക്കൗണ്ട്: റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? എക്സ്പെൻസുകളും അതുപോലെ ഇൻകംസും. എക്സ്പെൻസുകളും ഇൻകംസും അടങ്ങുന്നതാണ് നോമിനൽ അക്കൗണ്ട്. ഓക്കെ, റിയൽ അക്കൗണ്ടിന്റെ റൂൾ നമ്മൾ പറഞ്ഞത് എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് വരുന്നു, ക്യാഷ് പോകുന്നു. ഓക്കെ, ബേസിസ് ഓഫ് റെക്കോർഡിംഗ് ആണ് പറയുന്നത്. ക്യാഷ് ബേസിസ് ആണ്. ഇവിടെ ഏതാ? അക്രൂവൽ ബേസിസ് ആണ്. നമ്മളവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അടുത്ത ഈക്വൽ ടു പറയുന്നത് സമ്മറൈസ്ഡ് ക്യാഷ് ബുക്ക്, മറ്റേത് P&L അക്കൗണ്ട്. റവന്യൂ വേഴ്സസ് ക്യാപിറ്റൽ ആണ്. ഇവിടെ ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഷുഡ് ബി റെക്കോർഡഡ്. ഓക്കെ, ഒരു കണ്ടീഷനുള്ളൂ, ദർ ഇസ് എ ക്യാഷ് ഇൻഫ്ലോ ഓർ ക്യാഷ് ഔട്ട്ഫ്ലോ. അടുത്ത പോയിന്റ് പറയുന്നത് ഓൺലി റവന്യൂ ഐറ്റം ആർ റെക്കോർഡ്. ഐറ്റം ഓഫ് ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ വരും? ഓൾ സം റിസീവ്ഡ് അല്ലെങ്കിൽ ഓൾ റിസീവ്ഡ്. ഇവിടെ ഏതാ വരിക? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. ഐറ്റം ഓഫ് ക്രെഡിറ്റ് സൈഡിൽ പറയുന്നത് ഓൾ സം പെയ്ഡ്, മറ്റേത് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ക്ലോസിംഗ് ബാലൻസ് റെപ്രസെന്റ് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ആയി പറയുന്നത് എന്താ? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഓപ്പണിംഗ് ബാലൻസ്. കഴിഞ്ഞ
ഇറ്റ് ഹാസ് എ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രീവിയസ് ഇയർ. കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ് ഇക്കൊല്ലത്തെ എന്തായി മാറും? ഓപ്പണിംഗ് ബാലൻസ് ആയി മാറും. ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എവിടെയില്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ചില പോയിന്റുകളുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ക്യാഷ് ബുക്ക്, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്യാഷ് ബുക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം പറയുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞിരുന്നു ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അത് ഏതിൻ്റെ ഭാഗമാണ്? ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗമാണ്. ഓക്കെ, നോട്ട് ചെയ്യാം, ബുക്ക് കീപ്പിങ്ങിൻ്റെ ഭാഗം. അഥവാ സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ എന്ന +1 ചാപ്റ്ററിലായിരുന്നു നമ്മൾ എന്ത് ചർച്ച ചെയ്തിരുന്നത്? ക്യാഷ് ബുക്ക്. എന്നാൽ ഇത് ഫൈനൽ അക്കൗണ്ടിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലേ? യെസ്. പോയിന്റ് നമ്പർ 2 റെക്കോർഡ് ഡേറ്റ് വൈസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്യാഷ് ബുക്കിലെ ഫോർമാറ്റ് പറയുമ്പോൾ റിസീപ്റ്റ്, ഡേറ്റ്, പിന്നെ റിസീപ്റ്റ്, അപ്പുറത്ത് പിന്നെയും ഡേറ്റ്, പിന്നെ പേയ്മെന്റ് ആണ്. ഓക്കെ, എന്നാൽ അതുപോലെയല്ല എവിടെ പറയുന്നത്? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോട്ട് റെക്കോർഡ് ഡേറ്റ് വൈസ്, ഡേറ്റ് കോളം ഇല്ല. പക്ഷെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഹെഡിങ്ങിൽ ഇയർ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2000 ഏതാണ് ഇയർ എന്നുള്ളത് കോട്ട് ചെയ്യും. ഓക്കെ, അടുത്ത ബോത്ത് ട്രേഡിംഗ് ആൻഡ് നോൺ ട്രേഡിംഗ് കൺസേണും എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ക്യാഷ് ബുക്ക്. ഓക്കെ, അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? ഓൺലി നോൺ ട്രേഡിംഗ് കൺസേൺ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ ഒരിക്കലും റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു ട്രേഡിംഗ് കൺസേൺ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ട്രേഡിംഗ് കൺസേണിന്റെ ഫൈനൽ അക്കൗണ്ട് ട്രേഡിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. പക്ഷെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ടിൽ എന്തുള്ളൂ? റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉള്ളൂ. ഇത് പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂസർ ആവാറുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ ഒന്നും കൂടെ പറയുന്നു. റെന്റ് പേയ്മെന്റ് ഒരു മാസം 5000 രൂപയാണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്ക് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും വരച്ചിട്ടുണ്ട് കരുതാം. ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത ഡേറ്റ് കോൾ ഉണ്ട്. അപ്പോൾ റെന്റ് കൊടുക്കുന്ന ഡേറ്റ് 1/1/2019, അഥവാ ജാനുവരി 1 ഫെബ്രുവരി 1 കൊടുക്കും. അങ്ങനെ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഏതുവരെ പോകും? ഡിസംബർ വരെ. ഓരോ മാസവും 1-ാം തീയതി ആവുമ്പോൾ ബൈ റെന്റ് എന്ന് പറഞ്ഞ് 12 തവണ നമ്മൾ എന്ത് ചെയ്യും? റെന്റ് എഴുതി പോകും. അങ്ങനെ 5000 × 12 60,000 രൂപ ഒരു വർഷത്തെ ടോട്ടൽ പേയ്മെന്റ് ഓഫ് റെന്റ് ആണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? ഇയർ എൻഡ് ആവുമ്പോൾ നമ്മൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരച്ച് ആ ക്യാഷ് ബുക്കിൽ നിന്ന് ഫുൾ സമ്മറി ആയിട്ടുള്ള അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട്, ഈ പറയുന്ന റെന്റ് നേരെ പോസ്റ്റ് ചെയ്യുന്നത് എവിടേക്കാവും? റെന്റ് അക്കൗണ്ടിലേക്കാവും. ആ റെന്റ് അക്കൗണ്ട് എവിടെ ഉണ്ടാവും? ട്രയൽ ബാലൻസിൽ ഉണ്ടാവും. ആ ട്രയൽ ബാലൻസിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ബൈ റെന്റ് എന്ന് പറഞ്ഞ് 60,000. അപ്പൊ ക്യാഷ് ബുക്കിൽ നമ്മൾ ബൈ റെന്റ് തന്നെയാണ് എഴുതുന്നത്. അതുപോലെ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ പേയ്മെന്റ് സൈഡിലും ബൈ റെന്റ് എന്ന് എഴുതുന്നത്. പക്ഷെ ക്യാഷ് ബുക്കിൽ ബൈ റെന്റ് എന്നുള്ളത് 5,000 ആയിട്ട് 12 തവണയാണെങ്കിൽ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ബൈ റെന്റ് എന്ന് പറഞ്ഞ് അതിന്റെ ടോട്ടലായ 60,000 ആണ് എഴുതുക. ആ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ 3 പോയിന്റും എന്ത് ചെയ്യും? വളരെ അനായാസം നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ +1 പഠിച്ച P&L അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്ന് ഓർത്തെടുക്കണം. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചു, ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പഠിച്ച ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പഠിക്കാം. നോക്കുക, അതിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഒരേ ഡിഫറൻസുകൾ നോക്കാം. ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദെൻ P&L അക്കൗണ്ട്. പ്രിപ്പയർഡ് ബൈ ആരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നോൺ ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ട്രേഡിംഗ് കൺസേൺ ആണ്. ഓക്കെ, പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബാലൻസ് ഒന്നുകിൽ എന്താവാം? സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം. എന്നാൽ P&L അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്താവാം? നെറ്റ് പ്രോഫിറ്റോ ലോസോ ആവാം. ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് അതർ ഇൻഫർമേഷൻ. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ബേസ് ചെയ്തിട്ടാണ്? ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം നോക്കിയാൽ മതി. റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ P&L അക്കൗണ്ട് ദി ബേസ് ഓഫ് ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ബാലൻസ് ആണ് പറയുന്നത്. ദ സർപ്ലസ് ഓൾവേസ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഫണ്ട്
as it can never be withdrawn by the members. The profit earned is usually withdrawn by the owner. ഓക്കെ, അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപയാണെന്ന് കരുതാം. ഓക്കെ, ഇക്കൊല്ലം അവർ നേടിയ സർപ്ലസ് എവിടെ നിന്ന് കിട്ടുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപയാണെന്ന് കരുതുക. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ അവരുടെ ക്യാപിറ്റൽ ഫണ്ട് 5 ലക്ഷം, അതിന്റെ കൂടെ ഈ 3 ലക്ഷം കൂടെ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 8 ലക്ഷം രൂപ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട്. ആ ക്യാപിറ്റൽ ഫണ്ട് ഒരു കാരണവശാലും കുറയാൻ പോകുന്നില്ല. കാരണം 10 മെമ്പേഴ്സ് ഉള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിൽ നിന്നും അവർക്ക് ഒരു കാരണവശാലും വിഡ്രോ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതാണ് പറയുന്നത് ദ സർപ്ലസ്. എന്താ പറയുന്നത്? ദ സർപ്ലസ് ഓൾവേസ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഫണ്ട് ആസ് ഇറ്റ് ക്യാൻ നെവർ ബി വിഡ്രോൺ ബൈ ദ മെമ്പേഴ്സ്. എന്നാൽ നമുക്കൊരു ട്രേഡിംഗ് കൺസേണിൽ എടുക്കാം. ഇതേ 5 ലക്ഷം തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, അവർക്ക് പ്രോഫിറ്റ് കിട്ടി 3 ലക്ഷം, അത് ആഡ് ചെയ്തു. ഇപ്പൊ എത്ര? 8 ലക്ഷമായി. അവരുടെ ക്യാപിറ്റൽ 8 ലക്ഷമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യോ? പറയാൻ കഴിയില്ല. അവരെങ്ങാനും ആ പ്രോഫിറ്റിൽ നിന്നോ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഡിവിഡൻഡ് വിഡ്രോ ചെയ്താൽ, ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ലാഭവിഹിതം, നമ്മൾ ഈ 3 ലക്ഷം രൂപ അല്ലേ നമ്മുടെ പ്രോഫിറ്റ് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ആ 3 ലക്ഷത്തിൽ നിന്നും അവരൊരു 2 ലക്ഷം ഡിവിഡൻഡ് ആയിട്ട് എടുത്താൽ ബാക്കി എത്രയേ ഉള്ളൂ? പ്രോഫിറ്റ് 1 ലക്ഷം ഉള്ളൂ. ആ 1 ലക്ഷവും അതുപോലെ തന്നെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത്? ക്യാപിറ്റൽ. അതാണ് പറയുന്നത് പ്രോഫിറ്റ് ഏൺഡ് ഈസ് യൂഷ്വലി വിഡ്രോൺ ബൈ ദ ഓണർ. ഓക്കെ, വിഡ്രോ ചെയ്യാതിരിക്കും. പക്ഷെ എവിടെ അത് പറ്റില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നുള്ള സർപ്ലസ് ഒരു കാരണവശാലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ സെക്ഷൻ അവസാനിപ്പിക്കാനായി നമ്മൾ ഇതുവരെ 7ഓളം ടോപ്പിക് എന്താണ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഭാഗമാണ് നെക്സ്റ്റ് ടോപ്പിക്, സെക്ഷൻ ബി, ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്. അവിടെ നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റം ഇൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിൽ വരുന്ന കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് എക്സാമിനൊക്കെ ചോദിക്കുന്ന എസ്സേ ടൈപ്പ് അഥവാ ഹൈ മാർക്കിനൊക്കെ ചോദിക്കുന്ന 8 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളുടെ ഒരു നിര തന്നെ അടങ്ങുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കൃത്യമായി വീക്ഷിച്ച് ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ കൃത്യമായ നോട്ട് എഴുതുന്ന ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. വെറുതെ ക്ലാസ് കേട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് എഫക്റ്റീവ് ആകാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.